പൊളിച്ചെഴുത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ശ്രീ ടി.ജി. മോഹൻദാസ് സാറാണുള്ളത്. നമസ്തേ സാർ. ഇപ്പം കേരളത്തിൽ എല്ലാം ഒരു എന്താ പറയുന്നത്, എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു സ്വഭാവം. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ വിഷയം എടുത്താലും അതിപ്പോഴും പുതിയ കാര്യമൊന്നുമില്ല, എതിർപ്പിൻ്റെ ഒരു കേന്ദ്രമാണ്. അതെ, എന്താണ് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്നറിയാതെയുള്ള എതിർപ്പാണ്. അതിനകത്ത് കൃത്യമായി തികഞ്ഞ രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നാണ് അതിനകത്തൊരു വിരോധാഭാസം. ഇതിലെ ഒരു പ്രശ്നം യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം ആർക്ക് എന്നുള്ള ചോദ്യമാണ്. UGC ചട്ടമനുസരിച്ചും കേരള സർക്കാരിൻ്റെ സെറ്റപ്പ് അനുസരിച്ചും ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ അധികാരി. ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ വൃത്തികളൊക്കെ കണ്ടിട്ട് പിണറായി വിജയന് കത്ത് കൊടുത്തു, എന്നെ ഈ ഏർപ്പാടിൽ നിന്ന് ഒഴിവാക്കണം, ഇതുകൂടെ മുഖ്യമന്ത്രി അങ്ങ് എടുത്തു, എനിക്ക് ഈ ചാൻസലർ പദവി വേണ്ട. പിണറായി വിജയൻ തിരിച്ച് കത്ത് കൊടുത്തു, അങ്ങ് തന്നെ വേണം. അപ്പോൾ അന്ന് ഈ ചാൻസലർ എന്ന് പറയുന്നത് ഇങ്ങനെ കുഴപ്പത്തിലാകുമെന്നൊന്നും പിണറായിക്കും ധാരണയില്ല. അതുകൊണ്ട് പിണറായി ഒരു മാന്യൻ എന്നുള്ള നിലയ്ക്ക് അല്ലല്ല, അത് ചാൻസലർ അങ്ങ് തന്നെ. മുഖ്യമന്ത്രിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്, അതിൻ്റെ കൂടെ ചാൻസലറൊന്നും പറ്റുമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇടപെടാറൊന്നുമില്ല. P. സദാശിവം ഗവർണറായിരുന്നു 5 വർഷം. ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒന്നിലും ഇടപെടില്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നു അതിന് താഴെ ഒപ്പിട്ട് കൊടുക്കും. പുള്ളി സുഖമായിട്ട് 5 വർഷം തികച്ച് പുള്ളി പോയി. ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു ആളല്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാന് തന്നെ അറിയാം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഉടക്കും വഴക്കും ബഹളവും ആകുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നവനല്ല. എൻ്റെ ടെമ്പർമെൻ്റ് എനിക്കറിയാം. ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട്. ഒരു ഗവർണർ കേരളത്തിലുണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടായത് തന്നെ അദ്ദേഹം വന്നപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം കത്ത് കൊടുത്തു, ഇദ്ദേഹം വേണ്ട തുടർന്നത്. അല്ലെങ്കിൽ 3-4 മാസം ഈ തുടരുക എന്ന് പറഞ്ഞാൽ പുള്ളി കയറി അങ്ങ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരിഭ്രമമായി. അപ്പോൾ ഒരു ബില്ല് പാസ്സാക്കി, ചാൻസലർ ആസ്ഥാനത്ത് നിന്ന് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ട് ബില്ല് പാസ്സാക്കി. ആ ബില്ല് ഒപ്പിടാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തു. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു, അതേ 3 മാസമായില്ല, മുഖ്യമന്ത്രി ഞാൻ തന്നെ തുടരണമെന്ന് പറഞ്ഞ് എനിക്ക് ഡെമി ഒഫീഷ്യൽ ലെറ്റർ തന്നു. ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞിട്ട് ബില്ല് വന്നിരിക്കുന്നു. ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ആകെ പകച്ചുപോയി. അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്കറിയില്ല, അത് മുഖ്യമന്ത്രി എഴുതിയ കത്ത്, നിയമസഭ പാസ്സാക്കിയ ബില്ല്, ഇത്ര ഞങ്ങൾക്കറിയാവുള്ളൂ. അപ്പോൾ ശരി, മുഖ്യമന്ത്രിയോട് വരാൻ പറ. മുഖ്യമന്ത്രി പോവില്ല. അപ്പോഴത്തേക്ക് ഈഗോ പ്രശ്നമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പോവില്ല. മറ്റു മന്ത്രിമാർ പോയാൽ അവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രി എഴുതിയ കത്ത് എന്തുകൊണ്ട് എഴുതി എന്ന് മറ്റു മന്ത്രിമാർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഡെമി ഒഫീഷ്യലാണ്, തീർത്തും ഒഫീഷ്യൽ കത്തല്ല. അപ്പോൾ കുറച്ച് പകുതി പേഴ്സണലും കൂടെ ആയതിനാണ് ഡെമി ഒഫീഷ്യൽ കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രശ്നമായി. ആരിഫ് മുഹമ്മദ് ഖാൻ സൈൻ ചെയ്തില്ല, അങ്ങനെ പോയി വഷളായി, ഇവർ കോടതിയിൽ പോകുന്നു, ഇതൊക്കെയാവും. തമിഴ്നാട്ടിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. 12 ബില്ലുകളാണ് ഈ R.N. രവി പിടിച്ചു വെച്ചത്. അതിൽ 10 ബില്ലും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച ബില്ലാണ്. 2 ബില്ല് ഈ ശിക്ഷാ ഇളവ് കൊടുക്കുന്നത്. അപ്പോൾ ശിക്ഷാ ഇളവ് ഒരുപാട് പേർക്ക് കൊടുത്തു. 48 ശുപാർശകളുണ്ടായിരുന്നു സ്റ്റാലിൻ്റെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ 48-ൽ 46-ഉം ഇദ്ദേഹം ഒപ്പിട്ടു. 2 പുള്ളി പിടിച്ചു വെച്ചു. പുള്ളി സ്റ്റാലിനോട് പറഞ്ഞു, ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്, നിങ്ങളുടെ ആൾക്കാരുടെ കൂട്ടത്തിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയാണ് നിങ്ങൾ തുറന്നു വിടുന്നത്. ശരി, ഞാൻ സമ്മതിച്ചു, അതൊക്കെ നടക്കാറുള്ളതാണ്, ഞാനത് ഒപ്പിട്ടു. പക്ഷേ ഈ 2 കേസ് മഹാമോശമാണ്, എന്തോ ഇരട്ട കൊലപാതകമോ ഇരട്ട ബലാത്സംഗമോ ഒക്കെയുള്ള കേസ്, അത് ഞാൻ ഒപ്പിടില്ല. പിന്നെ 10 യൂണിവേഴ്സിറ്റി എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, ആ ബില്ല് ഒപ്പിടില്ല. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. അത് പക്ഷേ സ്റ്റാലിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കാം. മനുഷ്യൻ സുപ്രീം കോടതിയിൽ പോയി 2 വർഷം എടുത്തു. 2 വർഷം എടുത്തിട്ട് ആ വിധി ഒട്ടും ശരിയല്ല, ആ വിധിയെ വിമർശിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ആ വിധി വാങ്ങിച്ചിട്ടാണ് സ്റ്റാലിൻ ഈ അധികാരം തിരിച്ചു പിടിക്കുന്നത്. അതല്ലാതെ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കലഹവും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. R.N. രവിയെ തടയുക, പുള്ളിയെ തല്ലാൻ പോവുക, വഴി തടയുക, ഒരു പ്രശ്നം ഉണ്ടായില്ല. സ്റ്റാലിൻ എന്താ ആളില്ലാഞ്ഞിട്ടാണോ? സ്റ്റാലിൻ്റെ ഇഷ്ടം പോലെ ആളുണ്ട്. നമ്മളെക്കാൾ വലിയ അലമ്പ് നടത്താൻ ഹെൽപ്പുള്ളവരാണ് തമിഴന്മാർ. അവരൊന്നും ചെയ്തില്ല. സുപ്രീം കോടതി വിധി വരട്ടെ, വന്നിട്ട് ചെയ്യാം. വന്നു.
ഈ 10 രാത്രി ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് വൈസ് ചാൻസലർമാരെ മാറ്റി അങ്ങനെയൊക്കെ വേണ്ടവർ വെച്ചു. RNDVക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റാണ്. ഇത് ചെയ്യുന്നതിന് പകരം പിണറായി വിജയൻ ഇവിടെ കിടന്നിട്ട് ഈ SFIക്കാർ DYFIക്കാർ ഇറക്കിയിട്ട് ഗവർണറെ വഴിതടയുക, ഈ എന്തെല്ലാം അലമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിച്ചത്. ഇപ്പോൾ അത് വീണ്ടും 6 ഏക്കർ എടുത്ത് കാണിക്കും. ഇതല്ലെങ്കിൽ വേറൊന്ന് ഇറക്കും. വിഭജനം മാർക്സിസ്റ്റ് പാർട്ടി ഡിഫെൻസീവിലാകുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഭാരതം 2ആയിട്ടല്ല 17ആയിട്ട് വിഭജിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തവരാണ് ഇവർ. ക്യാബിനറ്റ് മിഷനിൽ ഓരോ പ്രപ്പോസൽ ആൾക്കാർ കൊടുക്കുമല്ലോ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതി കൊടുത്തത് 17 രാജ്യങ്ങളായിട്ട് ഇത് വിഭജിക്കണം എന്നാണ്. ഇവിടെ 2ആക്കി വിഭജിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ വിഭജന പാർട്ടീഷൻ ഹൊറർ ഡേ. അപ്പോൾ 17കാരൻ എന്ത് ചെയ്യും? അവൻ്റെ ചരിത്രം വന്നു കഴിഞ്ഞാൽ അവൻ ആകെ കൂടെ കുഴപ്പത്തിലാകും. അപ്പോൾ എൻ്റെ കുഴപ്പം പിടിച്ച പഴയ ചരിത്രം പുറത്തു വരാതിരിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ബഹളം. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമേ ഈ ബഹളം നടക്കുന്നത്. അതിന് അവർ മറയായിട്ട് മുസ്ലിങ്ങളെ എടുത്ത് കാണിക്കുന്നു. പാർട്ടീഷൻ്റെ കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രതിരോധത്തിലാവും. ആവുമെങ്കിലാവും. സത്യമായിട്ടല്ല. അതെ, മുസ്ലിങ്ങൾ അതിന് ഉത്തരവാദി അല്ല എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ആണെന്നാണ് കണ്ടെത്തലെങ്കിൽ പരിഭ്രമിക്കേണ്ടതാണെങ്കിൽ പരിഭ്രമിക്കണം. അതേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് പറയണം. സോ വാട്ട്, ഇത് 10-70 വർഷം മുമ്പ് നടന്ന കാര്യമില്ലേ, അതിലിപ്പോൾ എന്താ? അപ്പോൾ ഇവർ ആ ചർച്ച തന്നെ ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പോയിൻ്റായിരുന്നു അത്. ഗാന്ധിജി പോലും ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് പാർട്ടീഷനെയാണ്. ബട്ട് ഗാന്ധിജി അവസാനം അതിന് കീഴടങ്ങി. CWCയുടെ പ്രമേയത്തിന് ഗാന്ധിജിയും പിന്താങ്ങി. അങ്ങനെയാണ് പാർട്ടീഷൻ വരുന്നത്. അപ്പോൾ ഈ ചരിത്രമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ചർച്ചയെ പോലും സ്വാഗതം ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ആർജവം ഇല്ലെങ്കിൽ ഒരു മനസാന്നിധ്യം നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നു. രാഷ്ട്രം ഏതാ? പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഭാരതത്തിൻ്റെ പിതാവാണോ മഹാത്മാഗാന്ധി, അതോ ഇത് രണ്ടും ഇല്ലാത്ത റിമൈനിങ് ഇന്ത്യയുടെ പിതാവാണോ? ഇത് പിള്ളേർ ചോദിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ. ഭാരതം എന്നുള്ള വാക്കിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് ഡിസഡ്വാൻറ്റേജിലൊന്ന് എന്നത്തെ ഭാരതം എന്ന് ചോദ്യം വരും. 47 ഓഗസ്റ്റ് 15 മുമ്പുള്ള ഭാരതമോ ശേഷമുള്ള ഭാരതമോ, ഈ രണ്ടും തമ്മിൽ അതിർത്തികളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ആരെന്ത് നിലപാടെടുത്തു? കാരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിഭജനം. നല്ലതിനോ ചീത്തയോ ആയിക്കോട്ടെ, ഇത്രയധികം ആൾക്കാർ മരിച്ച വേറൊരു ദുരന്തം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു 15-20 വർഷം പുറകിലേക്ക് എടുത്താലും 20-25 വർഷം മുമ്പിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് സംഭവിച്ചത് മറ്റേ ബംഗാൾ ക്ഷാമം, പിന്നെ മുഗളന്മാരുടെ ഭരണകാലത്ത് അത് ഇതൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മാപ്പിള ലഹള 1921 അപ്പോൾ അതിൽ പോലും ഇത്രയധികം മരണങ്ങളുണ്ടായിട്ടില്ല. അതിൽ പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു സംഭവം ചുമ്മാ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കളയാൻ പറ്റുമോ? അപ്പോൾ ഇവർ കൗണ്ടറായിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ അയോധ്യ സംഭവം ചർച്ച ചെയ്തു. അതറിയേണ്ടതാണ്. കാരണം പല കുട്ടികളും 23-24 വയസ്സുള്ളവർ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ, ഞാൻ RSSകാരനായതുകൊണ്ട് കൂടുതൽ പേരും RSSകാരാണ്, എന്നെ വിളിച്ച് ചോദിക്കും, ചേട്ടാ എന്താ ഈ അടിയന്തരാവസ്ഥ, എന്താ ബാബറി മസ്ജിദ്, എന്താ അയോധ്യ സംഭവം, എന്താ ഇതിലിപ്പോൾ ഇത്ര പ്രശ്നം? ഒരു വലിയ അമ്പലം ഉണ്ടാക്കി, ഫൈൻ, അതിലെന്താ ഇത്ര കോലാഹലം, ബാബറി മസ്ജിദ്, എന്താ സംഗതി, എന്താ? അയാൾക്കറിയില്ല. അയാൾ ജനിച്ചത് 2001 മറ്റോ ആണ്. അയാൾക്കിപ്പോൾ ഒരു 23-24 വയസ്സുണ്ട്, കഷ്ടി. ചർച്ച ചെയ്യപ്പെടാനും അവസരം ഉണ്ടാകുന്നില്ല. 1992 അയോധ്യ സംഭവം അതിൻ്റെ പീക്കിൽ എത്തിയപ്പോഴാണ് ആ നിന്ന കെട്ടിടം പൊളിച്ചു കളഞ്ഞു. ഇതൊന്നും ഈ പാവത്തിന് അറിയില്ല. ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നില്ല.
പിന്നെ അയാൾ സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ തിരക്കുകൾ വെച്ചിട്ട് അയാൾ ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ലൈബ്രറി പോവുകയോ ഇൻ്റർനെറ്റ് പരതുകയോ ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ഇതുപോലത്തെ പ്രോഗ്രാംസൊക്കെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വെച്ചിട്ട് ഇവരോട് പറയുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇത്ര വലിയ കഷ്ടതയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. ഇത്രയൊക്കെ സഫർ ചെയ്തിട്ടാണ്. അങ്ങനെ കിട്ടിയ സ്വാതന്ത്ര്യമാണ്, അത് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും. ബേസിക് ഒരു ഉത്തരവാദിത്വം യുവാക്കളിൽ ഉണ്ടാക്കാനായിട്ട് ഇത്തരം ചർച്ചകൾ പ്രയോജനപ്പെടും. അത് ഇതാണ് കുഴപ്പമാണ്, അത് ചർച്ച ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇവർക്ക് കൗതുകം കയറും. ചർച്ച ചെയ്യരുതെന്ന് പറയുമ്പോൾ അതെന്താണെന്നറിയാൻ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കൊരു ഇതുണ്ടാകും. വെറുതെ ഒരു സാധനം ഒരിടത്ത് അടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു കർട്ടൻ വെച്ച് അത് മൂടിക്കഴിഞ്ഞാൽ എല്ലാ ചെറുപ്പക്കാരും ഒന്ന് തുറന്നു നോക്കും. ആ ചെറുപ്പത്തിൻ്റെ ഒരു ആകാംക്ഷയാണ്. അത് എന്തിന് പ്രായമായവരും നോക്കും. ഞാനും ബീനയും ഒക്കെ നോക്കും, ഇതെന്താ ഇവിടെ മൂടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ആങ്സൈറ്റി, അത് കുഴപ്പമാണ്. ഹാഫ് ബേക്ക്ഡ് ഇൻഫർമേഷൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവർ സംഘടിപ്പിക്കും. അതല്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുക. ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. വിത്തിൻ എ ഷോർട്ട് സ്പാൻ 10-45 ദിവസത്തിനുള്ളിൽ ഇത്രയധികം പേര് മരിച്ചു. എനിക്ക് തോന്നുന്നില്ല ഇത്ര ചെറിയ പീരീഡിൽ ഇത്രയധികം പേര് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോലും മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മരിച്ചിട്ടുണ്ടാവും ഇത്രയധികം പേര്. പിന്നെ ഇവരുടെ ഇതുണ്ട്, നമ്മളുടെ ഹിരോഷിമ നാഗസാക്കി, അതിൽ പോലും മോർ ദാൻ 2 lakhs ആണ് അവർ മരണം കൂട്ടിയിരുന്നത്. ഇത് 2 lakhs ഒന്നുമല്ല, 1 കോടി ആൾക്കാരാണ്. 1 crore. ചരിത്രത്തിലെങ്ങും ഇങ്ങനൊരു ദുരിതം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിക്കാൻ സമ്മതിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെയും പ്രശ്നങ്ങൾ പൊങ്ങി വരും. ഈ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ചരിത്രം മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് അവരുടെ വോട്ടർ പട്ടിക അക്രമക്കേട് വന്ന പോലെ തന്നെ പ്രശ്നങ്ങൾ പൊങ്ങി വരും. പൊങ്ങി വന്നോട്ടെ, അതിനെ ഫേസ് ചെയ്യാന്നുള്ളൊരു ധൈര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. കാരണം അവർ ഈ തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാൻ അപ്രോച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലുമില്ല. അവർ ഒരു തെറ്റ് സമ്മതിക്കുന്ന 50 വർഷമെങ്കിലും കഴിയണം. എന്നിട്ട് ആ തെറ്റിനെ അവർ പാളിച്ച എന്ന് പറയും. ഞങ്ങൾക്ക് അന്ന് പാർട്ടിക്ക് അന്നൊരു പാളിച്ച സംഭവിച്ചു. എപ്പോൾ? 50 വർഷം മുമ്പ്. അപ്പോൾ 50 വർഷം മുമ്പുള്ള ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവർ ഈ പ്രമേയം പാസ്സാക്കുന്നത്. 50 വർഷം മുമ്പ് പാളിച്ച പറ്റിയത്. പാളിച്ചയാണോ അല്ലയോ എന്ന് തന്നെ അറിയാൻ. അതെ, അങ്ങനെയാണ് അവരുടെ ഈ ചരിത്ര രചനയൊക്കെ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർ ബഹളം വയ്ക്കുന്നു, ക്രോധം കൊണ്ട് പൂരിപ്പിക്കുന്നു, തെറി പറയുക, ബാനർ ഇങ്ങനെ ചെയ്യുക, സംസ്കാരം പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ബാനർ വയ്ക്കുക, ഇതെല്ലാം ചെയ്ത് അവർ തടയാൻ ശ്രമിക്കുന്നു. ബട്ട് ആർലേക്കറിൻ്റെ ഒരു ശൈലി മറ്റേ ആരിഫ് ഖാൻ്റെ ശൈലിയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കുറച്ചുകൂടെ ഒരു ഫ്ലെയിം ബോയൻ്റ് ഇതായിരുന്നു. ഇദ്ദേഹം ഒരു സൈലൻറ്റ് പെർഫോമറായിട്ട് വാഗ്വാദത്തിന് പോകാതെ വാക്കിന് തർക്കിക്കുന്ന സ്വഭാവം ആർലേക്കർക്കില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും, പിന്നെ ആരെന്ത് ബഹളം വെച്ചാലും ആ മനുഷ്യന് ഒരു അക്ഷരം മിണ്ടില്ല. പക്ഷെ തൻ്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഇത് ഇപ്പോൾ ഏത് വിഷയം എടുത്താലും ഇതുപോലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാലഘട്ടം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പോലെ തന്നെ ആകാനാണ് സാധ്യത. ആയിക്കോട്ടെ, ഇവരൊക്കെ സീസൺഡ് പൊളിറ്റീഷ്യൻസും കൂടെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു കുഴപ്പം, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മീനൊന്നുമല്ല. അങ്ങനെ ഈ അടിയും തടയും ഇതിലും വയലൻ്റ് ആയിട്ടുള്ള ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി വന്ന ആളാണ്. അവിടെ ഈ അന്നത്തെ SFIക്കാരനായിരുന്ന ഇർഫാൻ ഹബീബുമായിട്ട് അടിപിടി നടത്തിയിട്ടുണ്ട്. ഇർഫാൻ ഹബീബ് ഒരു പട്ടിക എടുത്തിട്ട് ഇങ്ങനെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇർഫാൻ ഹബീബിൻ്റെ മുട്ടിന് ഇങ്ങനെ മുട്ടൻ വടിയെടുത്ത് അടിച്ചിട്ടുണ്ട്. ഇർഫാൻ ഹബീബ് ആശുപത്രിയിലായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ചരിത്രമൊന്നും ഇവർക്കറിയില്ല. ഇവർ വിചാരിക്കുന്നത് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പി സദാശിവം പോലെ ഇരിക്കും, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പോലെ. അങ്ങനെയല്ല. ഇവരിതെല്ലാം ഇപ്പോൾ ടേക്ക് ആർലേക്കർ ഗോവയിൽ സ്പീക്കറായിരുന്നു. പിന്നെ അദ്ദേഹം MLA ആയിരുന്നു. ഇങ്ങനെ പല രാഷ്ട്രീയത്തിലെ സകല അടവുകളും പഠിച്ചിട്ടാണ് ആർലേക്കർ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ പേഴ്സണാലിറ്റികളുടെ വ്യത്യാസം, ഇതാണ്
ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും നിലപാടിൽ വ്യത്യാസമില്ല. ഇല്ല. അത് അത് നടത്തിക്കുന്ന കാര്യത്തിൽ ഉള്ള ടാക്റ്റിക്കൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള സ്റ്റോറി വന്നപ്പം ഒരുപാട് പേര് അതങ്ങനെയല്ല, അങ്ങനെയില്ല, കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നും ശരിയല്ല. അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഈ അടുത്തിടെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ തന്നെ ഇത് ലവ് ജിഹാദാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. എങ്കിലും ഇപ്പോഴും ഇത്തരം നെറേറ്റീവ്സും കൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ നടക്കുന്നത്. പക്ഷെ സത്യം മറ്റൊന്നാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതൊക്കെ ജനങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാവുന്ന കാര്യമാണ്. 2009 ആണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ വിധി വരുന്നത്. ആ വിധി കോംപ്രഹെൻസീവായിട്ട് അദ്ദേഹം എല്ലാ SP-മാർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു ജില്ല ഒഴിച്ച് ബാക്കി സ്ഥലത്തെല്ലാം SP-മാർ കൊടുത്ത റിപ്പോർട്ടിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതിൻ്റെ മുഖവരയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നുള്ള പേരിൽ ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ മതപരിവർത്തനത്തിന് ലാക്കാക്കിക്കൊണ്ട് പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി ഇതിലെ കെണിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഇമോഷണൽ അഡിക്ഷൻ ആവുമല്ലോ. ഇമോഷണൽ അഡിക്ഷൻ മാത്രമല്ല, ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടും ഈ പെൺകുട്ടി. 1-2 പേരാൽ. അതോടെ ഇവരുടെ ഈ ഉള്ളിലെ അഭിമാനബോധം കംപ്ലീറ്റ് തകർന്നു പോയി. ഇനിയിപ്പോൾ ഐ ഹാവ് ബിക്കം യൂസ്ലെസ്, സമൂഹം ഇനി എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, ഞാനിതിനകത്ത് പെട്ടുപോയി, ഇനി എനിക്ക് മോചനമില്ല, ഈ രീതിയിലേക്ക് സൈക്കോളജിക്കലി ഇതൊരു കെണി വെച്ച് പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ ഇത്. തുടക്കത്തിലൊന്നും ഇവർ മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇവർ പുറത്തു പറയുന്നില്ല. പിന്നീടാണ് അതിലേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്ക് സാർ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്കീം വർക്ക് ചെയ്യില്ല. കെ ടി ശങ്കരൻ്റെ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് ഈ സ്കീം വർക്ക് ചെയ്യാത്ത 2 പെൺകുട്ടികൾ അവിടെ വെച്ചാണ്. 2 പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്നു. അതിൽ ഇവരെ ഹാജരാക്കി മറ്റേ ആണുങ്ങൾ 2 പേരെ പിടിച്ചു. അവരുടെ പേരിൽ കേസായി. ആ കേസിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് അവർ ഹൈക്കോടതിയിൽ വരുന്നു, ആൺകുട്ടികൾ. അപ്പോഴാണ് കെ ടി ശങ്കരൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്ത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം ഡീറ്റെയിലായിട്ട് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവർ ഈ കൺവെർഷൻ ടെക്നിക്ക് കല്യാണത്തിന് മുമ്പ് ട്രൈ ചെയ്തപ്പോൾ പെൺകുട്ടികൾക്ക് 2 ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. അവർക്ക് ഇത് പിടിച്ചില്ല. ഇത് വേറെ എന്തോ ഉദ്ദേശമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഇടപെട്ടു. ഇവർ ടെമ്പററി ആൺകുട്ടികളുടെ കൂടെ ഓടിപ്പോയി. ബട്ട് മുഴുവൻ പോയി അപ്പുറത്ത് ഈ പറഞ്ഞ കെണിയിലേക്ക് ഫുൾ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവർ ഹേബിയസ് കോർപ്പസ് ഒക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ തിരിച്ചു പിടിച്ചു, പെൺകുട്ടികളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. ഒടുവിൽ പെൺകുട്ടികൾ ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പൊക്കോളാം. പിന്നെ ആ കേസ് ഒത്തുതീർക്കുകയായിരുന്നു. ഈ ആൺകുട്ടികളുടെ അച്ഛനും അമ്മയും പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു ബന്ധവും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പൗണ്ട് ചെയ്ത് കേസ് ഒത്തുതീർപ്പാക്കി. ആ ഒത്തുതീർപ്പ് കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് കേസ് ഇല്ലാതെയാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങളൊന്നും അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണോ വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമങ്ങൾ സ്ട്രോങ് ആയിക്കഴിഞ്ഞാലും ഇത് നടക്കും. കാരണം അത് അവരുടെ ഒരു അന്താരാഷ്ട്ര സ്കീമാണ്. ഇപ്പോൾ എക്സ്പ്ലോസീവ് ആക്ട് ഇത് എത്രയോ കാലമായി, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആക്റ്റാണ് എക്സ്പ്ലോസീവ് ആക്ട്. അതുണ്ടായിട്ടും തോക്കും ബോംബും ഒക്കെ ഉപയോഗിക്കുന്നില്ല എല്ലാവരും. അതുകൊണ്ട് സ്ട്രോങ് നിയമം ആവശ്യമാണ്. പക്ഷേ അത് വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സാധനത്തെ തടയാൻ പറ്റുമൊന്നുമില്ല. നിയമത്തിന് ഒരു കാര്യമില്ലേ പറ്റുള്ളൂ,
ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിച്ച് ശിക്ഷിക്കുക, ഇതേ നിയമത്തിനും ചെയ്യാൻ പറ്റുള്ളൂ. സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, അവരുടെ തത്വചിന്ത തന്നെ, അവരുടെ പ്രയോഗ കൗശലം, ഇതൊക്കെ നിർത്തിവെക്കേണ്ടിയിരിക്കുന്നു. അത് മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഭംഗ്യന്തരേണ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കാത്തവരുമുണ്ട്. ഇതിൻ്റെ ദുരിതം മനസ്സിലാക്കിയവരുമുണ്ട്. കാരണം ഒരു വീടിൻ്റെ ആശ്രയമായ ഒരു ആൺകുട്ടിയാണ്, മുസ്ലിമാണ് അയാൾ പോയിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അവൻ പഠിച്ച് വലുതായിട്ട് വീട് നോക്കുമെന്ന് അവൻ്റെ വാപ്പയും ഉമ്മയും വിചാരിച്ചിരിക്കുമ്പോൾ അവൻ ഈ കലാപരിപാടിക്ക് പോയിട്ട് പോലീസിൽ പോവുക, എവിടെയൊക്കെ പോകുന്നു, മംഗലാപുരത്ത്, ബോംബെയിൽ, സിറിയൻ ബന്ധം എന്നൊക്കെ പറയുന്നു. ഒരു പാവപ്പെട്ട ഉമ്മ ഇത് കണ്ട് വരുന്നത്, ആകെ ഒരു ചെറുക്കനുണ്ടായിരുന്നതാണ്, അവൻ ദേ കൈവിട്ട് പോയി. പക്ഷേ ഇത് പലയിടത്തും ഇപ്പോൾ കോതമംഗലത്തെ കേസെടുത്താലും ഇത് കുടുംബവും ഇടപെട്ടിട്ടുള്ള ഒരു കേസായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയും നടക്കുന്നുണ്ട്. ഇതിനകത്തൊരു മാനുഷിക എലമെൻറ്റും ഉണ്ടല്ലോ. ഇപ്പോൾ കോതമംഗലത്ത് നേരത്തെ പറയാഞ്ഞത് എന്താ? നേരത്തെ പറയില്ല, മനുഷ്യൻ്റെ മാനം പോകുമല്ലോ. ഇതിപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴാണോ ഇവർ എണീറ്റ് വരുന്നത്? അതെ. പിന്നെ പുറത്ത് പറയാതിരിക്കാൻ വയ്യാതെ. അതുവരെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ ആരും അറിയേണ്ട 4 പേരെ അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇതാണല്ലോ സിറ്റുവേഷൻ. അതല്ല, പയ്യന്റെ കുടുംബത്തിലുള്ളവരും ഈ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, അങ്ങനെ ചെയ്യാത്തവരുമുണ്ട്. ഈ അങ്ങനെ ചെയ്യുന്നവർക്ക് മേൽക്കൈ കിട്ടുന്നു ഇസ്ലാമിക സമൂഹത്തിൽ. അതാണ് പ്രശ്നം. ഈ ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർ, അവരാണ് നേതാക്കന്മാർ, അവരാണ് മാതൃക എന്നുള്ള ഒരു ലൈൻ വരുന്നു. ആ ലൈനിനെതിരെ ഇസ്ലാമിനുള്ളിൽ തന്നെ പ്രതിഷേധമുള്ളവരുമുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന പല നേതാക്കളുമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്, അല്ലാത്ത നേതാക്കളുമുണ്ട്. ഈ നടക്കുന്നത് ശരിയല്ല, ഇത് മൊത്തം സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ തുച്ഛമായി ഇപ്പം 3-4 പേരെ ഇവർ വശീകരിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് വെച്ചോ, ISIS വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ബട്ട് കേരളത്തിലെ ഇസ്ലാമിനുണ്ടാകുന്ന, സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ദോഷം, ചീത്തപ്പേര്, അത് വളരെ വലുതല്ലേ? നിങ്ങളൊരു 25,000 പേര് കപ്പൽ കയറ്റി സിറിയയിലേക്ക് ISIS സംഭാവന ചെയ്യുന്നു. ശരി, അതിന് വില കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇത് 2-3 വർഷം ബുദ്ധിമുട്ടി 2 പെങ്കൊച്ചുങ്ങളെ താട്ടിയെടുത്ത് ചാക്കിലാക്കി മംഗലാപുരത്ത് കൊണ്ടുപോയി, പിന്നെ ബോംബെയിൽ കൊണ്ടുപോയി, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി. ഇവിടെ എന്തൊരു പാട്. എന്നിട്ട് ഈ 2 എണ്ണത്തിന് വേണ്ടിയിട്ട് ഇവിടെ 1 കോടി ആൾക്കാർ ചീത്തപ്പേരും കൊണ്ട് നടക്കുന്നു. ഇത് ഇസ്ലാമിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ആഫ്റ്റർ ആൾ, ശരി, നമ്മുടെ ദൗത്യം എല്ലാവരെയും മതം മാറ്റുക എന്നുള്ളതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ മതം മാറ്റുക, കൊല്ലുക, അതൊക്കെ ശരി. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ റിയാക്ഷനില്ല. അവർ വെറുതെ ഇരിക്കില്ല, അവരുടെ കൈ മാങ്ങാൻ പറിക്കാൻ പോവുകയല്ലോ. അവർ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവർ ഖുറാൻ മാറ്റി വെച്ചിട്ട് ഭരണഘടനയിലേക്ക് തിരിച്ചു വരും. ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത് തീരണമെന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ട്. അയ്യോ, അവർക്ക് നല്ല പ്രാമുഖ്യം കിട്ടി വരികയാണ് ഇപ്പോൾ. കുറച്ചു കാലം മുമ്പ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇദ്ദേഹത്തെ എത്ര പേര് അറിയുമായിരുന്നു? ഇങ്ങോട്ട് തെക്കോട്ടൊക്കെ കോഴിക്കോട് മാത്രമുള്ളൊരു ഫിഗറായിരുന്നു. ഇപ്പോൾ അത് പോയിട്ട് ആരൊക്കെയാണ്? ജെഫ്രി മുത്തുക്കോയ തങ്ങൾ, നാസർ ഹുസൈൻ കൂടത്തായി, ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത്, അവരുടെ മതത്തിൻ്റെ രംഗത്ത്, അവരവിടെ ആ ലൊക്കാലിറ്റിയിൽ വലിയ ആൾക്കാരായിരുന്നിരിക്കാൻ ഞാൻ അവരെ കുറച്ച് കാണുകയല്ല. ബട്ട് ഇവരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭീഷണി മുഴക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു. സ്ലോലി ഈ തലയ്ക്ക് വെളിവുള്ള നേതാക്കന്മാർ പോയിട്ട് ഇവർ സ്വാധീനിക്കും. ഇവർ ഖുറാൻ വരച്ച് വരയിൽ നടക്കുന്നതാണ് ഈ ടീം. അത് അവരുടെ വേഷമൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ പോകണം, കടുത്ത ഇസ്ലാമായിട്ട് മാറണം എന്ന് വാദിക്കുന്നവർ, അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടും.